ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു ഹിന്ദി ക്ലാസ്. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ചട്പട്ട് ഔർ നട്ട്കട്ട് എന്ന പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. കഹാനി കെ പാത്രോം കി വിശേഷതായും പഹച്ചാനെ സഹി മിലാൻ കരെ. നട്ട്കട്ടിനെ കുറിച്ചും ചട്പട്ടിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചു അല്ലേ? ഇവരുടെ സ്വഭാവ വിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഇത് യോജിച്ച് ഉത്തരം എടുത്തെഴുതുക. ചോദ്യം നോക്കൂ. നട്ട്കട്ട് കോ കാഗസ് കി നാവ് ബനാന ആത്താ ഹേ. चटपट को नदी में तैरना आता है. नटखट बाग से आम तोड़ता है. चटपट माम से शिकायत करता है. नटखट बरगद की जड़ें पकड़कर झूला झूलता है. चटपट चोटे का हाथ पकड़कर दौड़ाता है. सही प्रस्ताव ശരിയായ സെന്റൻസ് സെലക്ട് ചെയ്യുക. दोनों भाई अपने गाँव की स्कूल में पढ़ते हैं. രണ്ട് സഹോദരന്മാരും അവരുടെ ഗ്രാമത്തിലാണ് പഠിച്ചത്. ഇത് തെറ്റാണ്. അവർ വേറൊരു ഗ്രാമത്തിൽ പോയാണ് പഠിച്ചത്. അപ്പം ഈ സെൻറ്റൻസ് തെറ്റാണ്. നട്ട്കട്ട് കോ ഗിട്ടി പൈരാന ആത്താ ഹെ. ഈ സെൻറ്റൻസ് കറക്റ്റാണ്. നട്ട്കട്ട് ഹമേശ രോത്തെ ഹുയെ സ്കൂൾ ആത്താ ഹെ. ഇത് തെറ്റാണ്. ഈ സെൻറ്റൻസ് തെറ്റാണ്. ബെഡാ ഭായി 5വീं കക്ഷാ മീ പഠിത്താ ഹെ. ചേട്ടൻ ചട്പട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെൻറ്റൻസ് കറക്റ്റാണ്. चटपट को स्कूल के रास्ते में कई बार ചോട്ടെ का इंतज़ार करना पड़ता है. ചേട്ടൻ ചട്പടിന് പല പ്രാവശ്യം സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ അനിയനെ പ്രതീക്ഷിച്ച് നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസും കറക്റ്റാണ്. സമുച്ചയ ലിഖേ നമൂനെ ദേഖേ രേഖാങ്കിത അംശ पर ध्यान दे അർത്ഥഭേദ സമുച്ചയ. ഇത് ഗ്രാമറാണ്. താൽക്കാലിക വർത്തമാനകാൽ കണ്ടിന്യൂസ് ടെൻസാണ്. മോഡൽ നോക്കിയിട്ട് മാതൃക നോക്കി നമുക്ക് അർത്ഥം മനസ്സിലാക്കണം. ചട്പട്ട് ദൗഡ് ലഗാത്താ ഹേ. ചട്പട്ട് ദൗഡ് ലഗാ രഹാ ഹേ. അത് കണ്ടിന്യൂസ് ടെൻസാണ്. ലഗാത്താ ഹേ എന്നുള്ളത് ഏകവചനമായാണ് ലഗാ രഹാ ഹേ വന്നത്. ചട്പട്ട് ഔർ നട്ട്കട്ട് ദൗഡ് ലഗാത്തെ ഹേ. ലഗാത്തെ എന്നുള്ള ബഹുവചനമായതുകൊണ്ട് ചട്പട്ട് ഔർ നട്ട്കട്ട് ദൗഡ് ലഗാ രഹേ ഹയും എഴുതി. ലഗാ രഹേ ഹയും എഴുതി. മച്ഛലി തൈർത്തി ഹേ. അതിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് മച്ഛലി തൈർ രഹി ഹേ. നദിയാ ബഹത്തി ഹേ. നദിയാ ബഹ് രഹി ഹൈ. ലഡ്കി പഠിത്തി ഹേ. പെൺകുട്ടി പഠിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് ലഡ്കി പഠ് രഹി ഹേ. ലഡ്ക പഠിത്താ ഹേ. ആൺകുട്ടി പഠിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് ലഡ്ക പഠ് രഹാ ഹേ. ഈ പാഠഭാഗത്ത് നിങ്ങൾ ലഗാത്താഹയുടെ പ്രയോഗം പഠിച്ചു അല്ലേ? ലഗാത്ത എന്ന് വെച്ചാൽ തുടങ്ങുന്നു. ലഗാ രഹാഹ എന്ന് വെച്ചാൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടിന്യൂസ് ടെൻസാണ്. ലഗാത്തേഹ സ്ത്രീലിംഗം വരുമ്പോൾ ലഗാ രഹീഹ എന്ന് വരും. ലഗാത്തേഹയും ബഹുവചനം വരുമ്പോൾ ലഗാ രഹേഹ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസ്റ്ററാണ്. പോസ്റ്റർ നോക്കാം. സ്കൂൾ മേ ചട്പട്ട് കെ ലിയെ ബധായി സമാരോഹ്. അനിയൻ നട്ട്കട്ടിൻ്റെ ജീവൻ രക്ഷിച്ച ചട്പട്ടിന് സ്കൂളിൽ അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ടൈറ്റിൽ സ്കൂളിൻ്റെ പേരായിരിക്കണം GHS കൊല്ലം. अपने छोटे भाई की जान बचाई चटपट के लिए बधाई समारोह. ഇത് നമ്മൾ വിഷയമാണ്. താരിഖ് എഴുതുക. സമയം സുബഹ് 10 ബജെ. ഉദ്ഘാടൻ പ്രധാന അധ്യാപക് ജി. സബ്കാ സ്വാഗത് ഛാത്ര. ഇത്രയും മതി പോസ്റ്ററിന്. പോസ്റ്റർ ഭംഗിയാക്കാൻ 4 സൈഡിലും വരയ്ക്കുക. ഈ പാഠഭാഗത്ത് ആത്താഹെ എന്നൊരു പ്രയോഗം വന്നിട്ടുണ്ട്. മുझे തൈർന ആത്താഹെ. എനിക്ക് നീന്താൻ അറിയാം. മുझे സൈക്കിൾ ചലാന ആത്താഹെ. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം. മുझे നാചന ആത്താഹെ. എനിക്ക് നൃത്തം ചെയ്യാൻ അറിയാം. ഇതുപോലെ ധാരാളം സെൻറ്റൻസ് നിങ്ങൾ എഴുതി പഠിക്കൂ. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ. മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. നട്ട്കട്ട് റോത്താ ഹേ. നട്ട്കട്ട് റോത്താ ഹേ എന്നുള്ള പ്രസൻറ്റ് ടെൻസാണ്. അതിനെ കണ്ടിന്യൂസ് ടെൻസിലാക്കുക. നട്ട്കട്ട് റോ രഹാ ഹേ. ചട്പട്ട് ഔർ നട്ട്കട്ട് സ്കൂൾ സേ ആ രഹേ ഹേ. ഇത് കണ്ടിന്യൂസ് ടെൻസാണ്. ഇത് പ്രസൻറ്റ് ടെൻസിൽ എഴുതണം. ചട്പട്ട് ഔർ നട്ട്കട്ട് സ്കൂൾ സേ ആത്തേ ഹൈ. നാവ് ചൽ രഹി ഹേ. ഇത് പ്രസൻറ്റ് ടെൻസിൽ എങ്ങനെ എഴുതും? നാവ് ചൽത്തി ഹേ. സർദിയാം ശുരു ഹോത്തി ഹേ. ഇത് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെ എഴുതും? സർദിയാം ശുരു ഹോ രഹി ഹേ.